ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഡിസൈനർ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ലിൻസ് ജോസ്. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫോട്ടോഷോപ്പിലെ വാനിഷിംഗ് പോയിന്റ് എന്ന ഫിൽറ്റർ മെനുവിനെ കുറിച്ചാണ്. ഈ ഒരു വാനിഷിംഗ് പോയിന്റ് എന്ന ഫിൽറ്റർ മെനു നമ്മുടെ വർക്കിനകത്ത് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. ഇതെങ്ങനെയാണ് നമ്മളെ വർക്കിൽ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഫോട്ടോഷോപ്പിൽ പലതരത്തിലുള്ള പ്രൊഡക്റ്റുകൾക്കായിട്ടുള്ള ഡിസൈൻസുകൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. നമ്മളൊരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഷൂവിന് വേണ്ടിയിട്ടുള്ള കവർ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഡിസൈൻ നമ്മുടെ ക്ലയൻറ്റിനെ കാണിക്കുന്നതിന് മുൻപായിട്ട് തന്നെ അത്തരത്തിലുള്ള ഒരു ബോക്സിൻ്റെ പുറത്ത് ഈ ഒരു ഡിസൈൻ മോക്കപ്പ് ചെയ്തിട്ടാണ് കാണിക്കാറുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മോക്കപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു ഫിൽറ്റർ മെനുവിലെ വാനിഷിംഗ് പോയിന്റ് ഓപ്ഷൻ. അപ്പം എങ്ങനെയാണ് ഈ ഒരു വാനിഷിംഗ് പോയിന്റ് എന്ന ഫിൽറ്റർ യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ വാനിഷിംഗ് പോയിന്റ് യൂസ് ചെയ്തുകൊണ്ട് ചെയ്തിട്ടുള്ള 2 ഡിസൈൻസുകൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെർസ്പെക്റ്റീവ് ആയിട്ടുള്ള ഒരു ടിഷ്യൂ ബോക്സ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ ഒരു ബോക്സിൻ്റെ പുറത്ത് കാണുന്ന ഈ ഒരു ഡിസൈൻ ഞാൻ വാനിഷിംഗ് പോയിന്റിലൂടെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ ലെയർ പാനൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിസൈൻ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ മറ്റൊരു ലെയറിൽ കാണാൻ കഴിയുന്നതാണ്. ഈ ഒരു ഡിസൈൻ ഞാൻ ഈ ഒരു ബോക്സിൻ്റെ ഷേപ്പിൽ തന്നെ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വാനിഷിംഗ് പോയിന്റിലൂടെയാണ്. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ബോക്സിൽ ഒരു ലോഗോയാണ് വെക്കേണ്ടത്, അതല്ലാന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സ്റ്റിക്കറുകളൊക്കെയാണ് ഈ ഒരു ഷേപ്പിൽ പ്ലേസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വാനിഷിംഗ് പോയിന്റ് സഹായത്തോടുകൂടി ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ളൊരു ഷേപ്പിനകത്തേക്ക് നമുക്കൊരു ഡിസൈൻ കൊണ്ടുവരാനായിട്ട് ട്രാൻസ്ഫോമിനകത്തുള്ള സ്ക്യൂ അല്ലെങ്കിൽ പെർസ്പെക്റ്റീവ് ഓപ്ഷനൊക്കെ യൂസ് ചെയ്തുകൊണ്ട് കഴിയുന്നതാണ്. എന്നാൽ അതിലും ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു വാനിഷിംഗ് പോയിന്റ് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ ഞാൻ മറ്റൊരു വർക്ക് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇവിടെ ഈ ഒരു ടി വിക്കകത്ത് കാണുന്ന ഈ ഒരു ഡിസ്പ്ലേ ഇമേജ് ഞാൻ ഈ ഒരു വാനിഷിംഗ് പോയിന്റ് യൂസ് ചെയ്തുകൊണ്ടാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ ലെയറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇമേജ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ലെയറിൽ കാണാവുന്നതാണ്. അപ്പം എങ്ങനെയാണ് ഈ ഒരു വാനിഷിംഗ് പോയിന്റ് യൂസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഞാനിവിടെ ആദ്യം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ലെയർ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യമായിട്ട് തന്നെ ചെയ്യേണ്ടത് ഇവിടെ ഒരു ന്യൂ ലെയർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ ലെയർ പാനൽ ഏറ്റവും താഴെ പോകാം. ഇവിടുന്ന് ഞാൻ ന്യൂ ലെയർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഫിൽറ്റർ മെനുവിലേക്ക് പോവാം. ഇവിടുന്ന് നമുക്ക് വാനിഷിംഗ് പോയിന്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇതിൻ്റെ ഷോർട്ട് കീ ആയിട്ട് വരുന്ന ആൾട്ട് കൺട്രോൾ വി ആണ്. ഇപ്പോൾ ഇവിടെ ഈ ഒരു വാനിഷിംഗ് പോയിന്റ് ഫിൽറ്റർ പുതിയൊരു വിൻഡോയിൽ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് രണ്ടാമത്തെ ടൂളായിട്ടുള്ള ക്രിയേറ്റ് പ്ലെയിൻ ടൂൾ എന്നുള്ള ഈ ഒരു ടൂൾ സെലക്ട് ചെയ്യാം. ഈ ഒരു ടൂളാണ് ഇവിടെ ഡീഫോൾട്ടായിട്ട് സെലക്ട് ആയിട്ടിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഈ ഒരു 4 പോയിന്റിലും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു പ്ലെയിൻ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് ആദ്യത്തെ പോയിന്റ് ക്രിയേറ്റ് ചെയ്യാം. നമ്മുടെ കീബോർഡിലുള്ള എക്സ് എന്ന കീ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് സൂം ആയിട്ട് കാണാവുന്നതാണ്. നമ്മളിവിടെ ഈ ഒരു പ്ലെയിൻ ക്രിയേറ്റ് ചെയ്ത് കഴിയുന്നവരെ സൂം ചെയ്ത് വെക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എക്സ് ഹോൾഡ് ചെയ്ത് പിടിക്കാവുന്നതാണ്. ഞാനിവിടെ ഫസ്റ്റ് പോയിന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പോയിന്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ഇനി നമുക്ക് ആ ഒരു എക്സ് കീ റിലീസ് ചെയ്യാം. ഇനി അടുത്ത പോയിന്റ് നമുക്ക് ഇവിടെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് വീണ്ടും കീബോർഡിൽ എക്സ് പ്രസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫോട്ടോഷോപ്പിൽ സാധാരണ സൂം ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് കൺട്രോൾ പ്ലസ് പ്രസ് ചെയ്തുകൊണ്ട് സൂം ചെയ്യാവുന്നതാണ്. ഞാനിവിടെ സൂം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്യാം. അടുത്ത പോയിന്റ് ഇവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇവിടെ ഇപ്പോൾ ഈ ഒരു പ്ലെയിൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സൈഡിലേക്ക് കൂടി ഈ ഒരു പ്ലെയിനെ എക്സ്റ്റെൻഡ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഈ ഒരു പോയിന്റിൽ വന്നതിന് ശേഷം കൺട്രോൾ കീ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്യാം. അതിനുശേഷം നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടേക്ക് നമുക്ക് ഇതുപോലെ പ്ലെയിൻ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു പോയിന്റ് ഇവിടെ കറക്റ്റായിട്ട് കൊടുക്കാം. അതിനായിട്ട് ഞാൻ ഈ ഒരു പോയിന്റിനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ നമുക്ക് താഴത്തെ പോയിന്റും ക്ലിക്ക് ചെയ്ത് ഇവിടെ കറക്റ്റ് ആക്കാം. ഇവിടെ നമ്മൾ ഈ ഒരു പ്ലെയിനെ കറക്റ്റായിട്ടാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു ബ്ലൂ ലൈൻ ആയിരിക്കും കാണാൻ കഴിയുക. എന്നാൽ ഇവിടെ ഈ ഒരു പ്ലെയിൻ നമ്മൾ കറക്റ്റായിട്ടല്ല ക്രിയേറ്റ് ചെയ്തേക്കുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ഇതിൻ്റെ പോയിന്റ് അകത്തേക്കോ അല്ലെങ്കിൽ പുറത്തേക്കോ ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ ഈ ഒരു ലൈന് റെഡ് കളറിലായിരിക്കും കാണാൻ കഴിയുക. ഇവിടെ ഇപ്പോൾ നമ്മൾ പ്ലെയിൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബോക്സിനകത്തേക്ക് ആവശ്യമായുള്ള ഡിസൈൻ പ്ലേസ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ നിന്ന് ഓക്കെ പ്രസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിവിടെ പ്ലേസ് ചെയ്യേണ്ട ഡിസൈനിൽ പോവാം. ഈ ഒരു ഡിസൈനാണ് എനിക്ക് ആ ഒരു ബോക്സിനകത്തേക്ക് കൊണ്ടുവരേണ്ടത്. ഇനി നമുക്കിവിടെ കൺട്രോൾ എ പ്രസ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ഡിസൈന് ചുറ്റുമായിട്ട് നിങ്ങൾക്കൊരു സെലക്ഷൻ വന്നിരിക്കുന്നത് കാണാം. ഇനി ഞാൻ കൺട്രോൾ സി പ്രസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ഡിസൈൻ ഇവിടെ കോപ്പി ആയിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും ആദ്യത്തെ ഒരു ഡോക്യുമെൻറ്റിലേക്ക് പോകുന്നുണ്ട്. ഇവിടെ നമുക്ക് വീണ്ടും ഫിൽറ്റർ മെനുവിൽ പോവാം. ഇവിടെ ഞാൻ വാനിഷിംഗ് പോയിന്റ് സെലക്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിവിടെ ഈ ഒരു ഡിസൈൻ പേസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് കൺട്രോൾ വി പ്രസ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ഡിസൈൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു ഡിസൈനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തുകൊണ്ട് ഈ ഒരു പ്ലെയിനകത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം, ഞാൻ ഈ ഒരു ഡിസൈൻ പ്ലെയിനകത്തേക്ക് കൊണ്ടുവന്നപ്പോൾ തന്നെ ഈ ഒരു ബോക്സിൻ്റെ ഷേപ്പിലേക്ക് ഈ ഒരു ഡിസൈൻ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഡിസൈനെ കറക്റ്റായിട്ട് ഇവിടെ അലൈൻ ചെയ്ത് വെക്കാം.
ഇതിൻ്റെ സൈസ് അല്പം കുറവാണ്. അപ്പോൾ നമുക്ക് കൺട്രോൾ ടി പ്രസ് ചെയ്തുകൊണ്ട് ട്രാൻസ്ഫോം ഇനേബിൾ ചെയ്യാം. ഇനി ഞാൻ ഈ ഒരു കോർണറിൽ വന്നതിന് ശേഷം ഇതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് ഇൻക്രീസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ ഞാൻ ഇതിൻ്റെ സൈസ് അല്പം കൂടി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ ഒരു ഡിസൈൻ നമ്മുടെ ഈ ഒരു ബോക്സിനകത്ത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഓക്കെ പ്രസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിസൈൻ ഈ ബോക്സിൻ്റെ പുറത്ത് കറക്റ്റായിട്ട് ഫിറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാനിതിൻ്റെ ബ്ലെൻഡ് മോഡ് കൂടി ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ നോർമൽ മാറ്റി മൾട്ടിപ്ലൈ കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു ബോക്സിനകത്ത് കുറച്ചും കൂടെ ഒരു ഒറിജിനാലിറ്റിയിൽ ഈ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഈ ഒരു വാനിഷിംഗ് പോയിൻ്റ് ഫിൽറ്ററിനകത്ത് ഒരു വർക്ക് ചെയ്യുന്നത്. ഇനി ഞാൻ മറ്റൊരു എക്സാമ്പിൾ കൂടി ഇവിടെ കാണിക്കാം. നമുക്ക് അടുത്ത ഡോക്യുമെൻറ്റിലേക്ക് പോവാം. ഇവിടെ നമുക്ക് ഈ ഒരു TV സ്ക്രീനിനകത്താണ് ഇമേജ് കൊടുക്കേണ്ടത്. ഞാൻ ആദ്യം തന്നെ ഈ ഒരു ഇമേജിൽ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് കൺട്രോൾ A പ്രസ് ചെയ്തുകൊണ്ട് ഇതിനെ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഞാൻ ഇമേജിനെ കോപ്പി ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് വീണ്ടും ആദ്യത്തെ ഡോക്യുമെൻറ്റിലേക്ക് പോവാം. ഇനി നമുക്കിവിടെ ഒരു ന്യൂ ലെയർ ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ ഇപ്പോൾ ന്യൂ ലെയർ വന്നിട്ടുണ്ട്. ഇനി ഞാൻ വീണ്ടും ഫിൽറ്റർ മെനുവിൽ പോകുന്നുണ്ട്. ഇവിടെ നമുക്ക് വാനിഷിംഗ് പോയിന്റ് സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഇതിനെ അല്പം സൂം ചെയ്യുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഓൾറെഡി തന്നെ ക്രിയേറ്റ് പാനൽ എന്നുള്ള ഈ ഒരു ടൂളാണ് സെലക്ട് ആയിട്ടിരിക്കുന്നത്. ഇനി നമുക്കിവിടെ ഓരോ പോയിന്റിലും ക്ലിക്ക് ചെയ്തുകൊണ്ട് പ്ലെയിൻ ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ സാധാരണ ഫോട്ടോഷോപ്പിൽ സ്പേസ് പ്രസ് ചെയ്ത് ഡോക്യുമെന്റ് മൂവ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഇവിടെയും മൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത പോയിന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനത്തെ പോയിന്റ് കൂടി ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മൾ പ്ലെയിൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടേക്ക് ഇമേജിനെ പ്ലേസ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് കൺട്രോൾ V പ്രസ് ചെയ്യാം. ഇമേജ് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഇമേജിൻ്റെ സൈസ് അല്പം ഒന്ന് റെഡ്യൂസ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ കൺട്രോൾ T പ്രസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഒരു കോർണറിൽ വന്നതിന് ശേഷം ഇമേജിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു ഇമേജിനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തുകൊണ്ട് ഈ ഒരു പ്ലെയിനകത്തേക്ക് കൊണ്ടുവരാം. ഇവിടെ ഇപ്പോൾ ഇമേജ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഈ ഒരു TVയുടെ ആ ഒരു ഷേപ്പിനകത്താണ് ഇമേജ് കറക്റ്റായിട്ട് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇമേജിൻ്റെ സൈസ് അല്പം ഒന്ന് ഇൻക്രീസ് ചെയ്യാം. ഇപ്പം നമ്മളിവിടെ ഈ ഒരു പ്ലെയിനകത്ത് കറക്റ്റായിട്ട് തന്നെ ഇമേജിനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഓക്കെ പ്രസ് ചെയ്യാം. ഇപ്പം നമ്മുടെ ആ ഒരു ഇമേജ് TVയുടെ അതേ ഷേപ്പിൽ തന്നെ ഇവിടെ പ്ലേസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ ഈ ഒരു വാനിഷിംഗ് പോയിന്റ് എന്ന ഫിൽറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് നിങ്ങളുടെ വർക്കിനകത്ത് നിങ്ങൾക്ക് ഈ ഒരു വാനിഷിംഗ് പോയിന്റ് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എൻ്റെ എല്ലാ ഡിസൈനർ സുഹൃത്തുക്കൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസ് കൂടി രേഖപ്പെടുത്തുക. ഒപ്പം നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുക.